ചില ആളുകൾ പറയും തെരഞ്ഞെടുപ്പ് അടുത്ത് വരുമ്പോൾ അങ്ങനെ ഒരു വർത്തമാനം നമ്മുടെ നാട്ടിൽ ഉണ്ടാകാറുണ്ട്. എല്ലാവരും കണക്കന്നെ, ആര് വന്നാൽ എന്തേ എന്ന നിലയിലൊക്കെയുള്ള ചില വർത്തമാനങ്ങൾ നമ്മുടെ നാട്ടിലെ ചില ആളുകൾ നടത്തും. അത് ആരെ സഹായിക്കാൻ എന്നുള്ളത് നമുക്ക് ഓരോരുത്തർക്കും കൃത്യമായി ബോധ്യമുണ്ടാകണം. ഈ കാര്യങ്ങളെല്ലാം ചെയ്ത ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സഹായിക്കാനല്ല, എല്ലാവരും കണക്കാണെന്ന് പറയുന്ന വർത്തമാനം. ഞാൻ അതിന്റെ ഒരുപാട് കാര്യങ്ങൾ പറയണമെന്ന് ഉദ്ദേശിക്കുന്നു. 2016 മെയ് മാസം 25-ാം തീയതി മുതൽ ഇന്നലേക്ക് കൃത്യം 9.5 വർഷം, ഏതാണ്ട് 114 മാസക്കാലമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ ഭരിക്കുകയാണ്. 2011 മുതൽ 16 വരെ 5 കൊല്ലക്കാലം 60 മാസം ശ്രീമാൻ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് ഗവൺമെന്റ് ഇവിടെ ഭരണം നടത്തി. ഒരു കാര്യം അറിയേണ്ടത്, അവർ 60 മാസം ഭരിച്ചിട്ട് 42 മാസത്തെ ക്ഷേമ പെൻഷൻ നൽകി 18 മാസത്തെ പെൻഷൻ കുടിശ്ശികയാക്കിയിട്ടാണ് അധികാരം ഒഴിഞ്ഞത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 114 മാസം ഭരിച്ചിട്ട് ഈ ഭരിച്ച 114 മാസത്തേതും അവർ ബാക്കി വെച്ച 18 മാസത്തേതും കൂടി 132 മാസത്തെ ക്ഷേമ പെൻഷൻ ഈ സംസ്ഥാനത്ത് വിതരണം ചെയ്തു. അപ്പോ 60 മാസം ഭരിച്ചിട്ട് 42 മാസത്തെ പെൻഷൻ മാത്രം വിതരണം ചെയ്ത കോൺഗ്രസ് ഗവൺമെന്റും 114 മാസം ഭരിച്ച് 132 മാസത്തെ പെൻഷൻ വിതരണം ചെയ്ത ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും എങ്ങനെ ഒരുപോലെയാകുന്നത്? 2016 മെയ് മാസം 25-ാം തീയതി ഏതാണ്ട് ഇതേ സമയത്താണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് സത്യപ്രതിജ്ഞ, സഖാവ് പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിക്കൊണ്ടുള്ള ഗവൺമെന്റ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. അന്ന് ചേർന്ന ആദ്യത്തെ മന്ത്രിസഭാ യോഗമെടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം, അത് അന്ന് വരെ അധികാരത്തിൽ നിന്ന് അധികാരമൊഴിഞ്ഞുപോയ കോൺഗ്രസ് ഗവൺമെന്റ് ബാക്കി വെച്ച 18 മാസത്തെ ക്ഷേമ പെൻഷൻ എത്രയും പെട്ടെന്ന് വിതരണം ചെയ്യാനും അന്ന് വിതരണം ചെയ്തിരുന്ന 600 രൂപയുടെ പെൻഷൻ 1000 രൂപയായി വർദ്ധിപ്പിക്കാനും തീരുമാനിച്ചു. അത് തന്നെ ഒരു ഗവൺമെന്റ്, പുതിയ ഗവൺമെന്റ് ആദ്യം തന്നെ അധികാരമേറ്റ അന്നേ ദിവസം ഇങ്ങനെ ഒരു തീരുമാനമെടുത്താൽ ആ ഗവൺമെന്റിന്റെ പക്ഷമേതെന്ന് വളരെ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്നതല്ലേ? കോൺഗ്രസ് ഗവൺമെന്റ് കൊടുത്ത 600 രൂപയ്ക്ക് പകരം അന്നേ ദിവസം 400 രൂപ വർദ്ധിപ്പിച്ച് 1000 രൂപയാക്കി. പിന്നീട് ഓരോ വർഷവും 10% വർധനവ് വരുത്തി 1600 രൂപയിലേക്ക് എത്തിച്ചു. കഴിഞ്ഞ മാസം അത് 2000 രൂപയായി വർദ്ധിപ്പിച്ചു. ചെറിയ കാര്യമല്ലല്ലോ. ഇപ്പോ ഇവിടെ ചില പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികളുടെ നേതാക്കളൊക്കെ പ്രസംഗിച്ച കാര്യങ്ങൾ ഇവിടെ പറയുകയുണ്ടായി. എന്നാൽ ഒരു കാര്യം അറിയേണ്ടത്, 1980-ലാണ് കേരളത്തിൽ കർഷക തൊഴിലാളികൾക്ക് ക്ഷേമ പെൻഷൻ നടപ്പിലായത്. അന്ന് 45 രൂപയായിരുന്നു. ആ 45 രൂപ 45 കൊല്ലമായി ക്രമമായി വർദ്ധിച്ച് ഇപ്പോൾ 2000 രൂപയായി വർദ്ധിച്ചിട്ടുണ്ട്. ഈ 45 കൊല്ലക്കാലത്തിനിടയിൽ 20 കൊല്ലക്കാലം കോൺഗ്രസ് മുഖ്യമന്ത്രിമാരാണ് കേരളം ഭരിച്ചിരുന്നത്. 1982 മുതൽ 87 വരെ, 91 മുതൽ 96, 2001 മുതൽ 2006, 2011 മുതൽ 16 വരെ 20 കൊല്ലക്കാലം അവർ ഭരിച്ചിരുന്നു. എന്നാൽ ഈ 45 രൂപ 2000 രൂപയായി വർദ്ധിപ്പിച്ചതിൽ ഈ 20 കൊല്ലക്കാലം ഭരിച്ച കോൺഗ്രസ് ഗവൺമെന്റിന്റെ വർധനവെന്ന് പറയുന്നത് വെറും 100 രൂപയാണ്. എന്നാൽ അറിയേണ്ടത്, പത്രങ്ങളിലൊക്കെ അങ്ങനെ വരുന്നുണ്ട്, അറിയേണ്ടത് 100 രൂപ വർദ്ധിപ്പിച്ചത് 18 മാസത്തെ കുടിശ്ശികയുള്ള സമയത്താണ്. അതുകൊണ്ട് തന്നെ വർദ്ധിപ്പിച്ച് തീരുമാനമെടുത്തു എന്നല്ലാതെ അത് കൊടുക്കാൻ ആ ഗവൺമെന്റിനെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല എന്നതൊരു വസ്തുതയാണ്. അപ്പോ നമ്മൾ അറിയേണ്ടത്, ഏതാണ്ട് 34 ലക്ഷം ആളുകൾക്ക് മാത്രമാണ് കോൺഗ്രസ് ഗവൺമെന്റ് ക്ഷേമ പെൻഷൻ നൽകിയതെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് 62 ലക്ഷത്തിലധികം ആളുകൾക്ക് പെൻഷൻ നൽകുന്നു. അവർ 600 രൂപ നൽകിയെടുത്താണ് ഇത്രയും കാലം 1600-ഉം നവംബർ മാസം മുതൽ 2000 രൂപയായി പെൻഷൻ വിതരണം നടത്തുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു താരതമ്യം നമ്മൾ പരിശോധിക്കേണ്ടതല്ലേ? എല്ലാവരും കണക്കല്ലെന്ന്
ഇതിൽ നിന്ന് വ്യക്തമല്ലേ? 5 കൊല്ലക്കാലം കൊണ്ട് പെൻഷൻ ഇനത്തിൽ 9,000 കോടി രൂപ മാത്രം വിതരണം ചെയ്ത ഗവൺമെന്റിന് പകരം വന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 9.5 കൊല്ലം കൊണ്ട് 80,000-ത്തിലധികം കോടി ഉറപ്പിക ക്ഷേമ പെൻഷൻ ഇനത്തിൽ മാത്രം വിതരണം ചെയ്തിട്ടുണ്ട്. പരിശോധിക്കേണ്ട, 5 കൊല്ലം കൊണ്ട് 9,000, 9.5 കൊല്ലം കൊണ്ട് 80,000 ചില്ലാനും കോടി ഉറപ്പിക ക്ഷേമ പെൻഷൻ വിതരണം ചെയ്ത ഗവൺമെന്റാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ്. ഞാൻ അതിന്റെ ഒരുപാട് കാര്യങ്ങൾ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ നവംബർ മാസം 1-ാം തീയതി ഈ കേരളം ഒരു പ്രഖ്യാപനം നടത്തി. കേരളത്തിന്റെ മുഖ്യമന്ത്രി വളരെ കൃത്യമായ ഒരു പ്രഖ്യാപനം നടത്തി. ഈ കേരളം അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമായി മാറിയിരിക്കുന്നു എന്ന്. പ്രിയമുള്ളവരെ, ചിലപ്പോ അത് എന്റെ കാര്യങ്ങൾ അത്ര വലുതാണോ എന്നൊക്കെ പറയുന്നവരുണ്ട്. എന്നാൽ നമ്മൾ അറിയേണ്ടത്, ലോകത്ത് ഇതിനു മുമ്പ് ഏതെങ്കിലും ഒരു രാജ്യത്ത് അതിദരിദ്രരില്ലാത്ത രാജ്യമായി പ്രഖ്യാപനം നടന്നത് ചൈനയിൽ മാത്രമാണ്. ഇപ്പൊ വലിയ വികസിത രാജ്യമായ അമേരിക്ക ഉൾപ്പെടെയുള്ള ഒരുപാട് വികസിത രാജ്യങ്ങളുണ്ടല്ലോ, അവിടെയും വലിയ ദാരിദ്ര്യമുള്ള ഒരുപാട് ആളുകളുണ്ട്. എന്നാൽ ഈ കേരളം 4.5 കൊല്ലക്കാലം നീണ്ടുനിന്ന വലിയ യജ്ഞത്തിന്റെ ഫലമായി ഇപ്പോൾ അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമായി പ്രഖ്യാപിച്ചിരിക്കുന്നു. 4.5 കൊല്ലക്കാലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിക്കുന്ന പഞ്ചായത്തുകളും UDF ഭരിക്കുന്ന പഞ്ചായത്തുകൾ എല്ലാവരും ചേർന്നാണ് ദാരിദ്ര്യമുള്ള കുടുംബങ്ങളെ കണ്ടെത്തിയത്. ആദ്യം ഏതാണ്ട് ഒരു കണക്കെടുത്തപ്പോ 1,20,000 അത് ഇങ്ങനെ എടുത്തൊരു കണക്ക്, അത് കൃത്യമായി ഗ്രാമസഭയിൽ അവതരിപ്പിച്ച് ഗ്രാമസഭയുടെ അംഗീകാരത്തോടു കൂടി അംഗീകരിച്ചപ്പോൾ 64,006 കുടുംബങ്ങളാണ് കേരളത്തിൽ അതിദരിദ്രരായി ഉള്ളതെന്ന് കണ്ടെത്തി. 1,03,099 അംഗങ്ങളുള്ള 64,006 കുടുംബങ്ങളെ കണ്ടെത്തി 4.5 കൊല്ലക്കാലം കേവലം പണം കൊടുക്കുക മാത്രമല്ല, അവർക്ക് വീട്, ഭൂമി, ചികിത്സ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്ത് ഈ കേരളം അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെട്ടു. ഈ അതേ നവംബർ മാസത്തിൽ ലോകത്തൊരു കണക്ക് വന്നു. ആ കണക്ക് ലോകത്ത് അതിദരിദ്രരായുള്ള 110 കോടി ആളുകൾ ജീവിക്കുന്നുണ്ട്. 110 കോടി ആളുകൾ അതിദരിദ്രരായി ലോകത്തുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ആളുകളുള്ളത് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്താണ്. 23,42,00,000 അതിദരിദ്രരുള്ളത് ഇന്ത്യ രാജ്യത്താണ്. 110 കോടി ലോകത്താവാനമെങ്കിൽ അതിൽ 23,42,00,000 ഇന്ത്യ രാജ്യത്താണ്. അപ്പോ നമ്മള് ഒരു പരിശോധന നടത്തണ്ടേ? ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ ദരിദ്രരുള്ള ഇന്ത്യ രാജ്യത്ത്, 23,42,00,000 ദരിദ്രരുള്ള ഇന്ത്യ രാജ്യത്ത് ഒരു ചെറിയ സംസ്ഥാനം, കേരള സംസ്ഥാനം, അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കാൻ കഴിഞ്ഞത് എന്തേ എന്നൊരു പരിശോധന നടത്തണ്ടേ? ഇന്ത്യയിലെ മറ്റ് 27 സംസ്ഥാനങ്ങളിലും ആ നിലയിലുള്ള ഒരു പ്രഖ്യാപനം നടത്താൻ കഴിയാതെ ഈ കേരളത്തിൽ കഴിഞ്ഞത് 957 മുതൽ കമ്മ്യൂണിസ്റ്റ് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ നേതൃത്വം നൽകിയ സർക്കാരുകൾ നടത്തിയ ആ നിലയിലുള്ള ഇടപെടലുകൾ കൊണ്ടാണെന്ന് നമുക്ക് കൃത്യമായി പറയാൻ വേണ്ടി കഴിയും. ഞാൻ അതിന്റെ ഒരുപാട് വിശദമായ കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. ഈ കേരള സംസ്ഥാനത്ത് 2016 മുതൽ കഴിഞ്ഞ 9.5 വർഷക്കാലത്തിനിടയിൽ 4,09,000 കുടുംബങ്ങളെ ഭൂമിയുടെ അവകാശികളാക്കി മാറ്റി. ചെറിയ കാര്യമല്ല. എന്നാ ഇപ്പോ 5 സെന്റും 10 സെന്റൊക്കെ ഭൂമിയുള്ളവർക്ക് ചിലപ്പോൾ ഭൂമിയില്ലാത്തതിന്റെ പ്രശ്നം മനസ്സിലാകില്ല. എന്നാൽ ഭൂമിയില്ലാത്ത 4,09,000 കുടുംബങ്ങളെ ഭൂമിയുടെ അവകാശികളാക്കി മാറ്റി എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. പറവോട്ട് പരിശോധിച്ചാൽ 956 സംസ്ഥാനം രൂപീകരിക്കുന്ന കാലത്ത് ഈ കേരളത്തിൽ 9% കുടുംബങ്ങളുടെ കയ്യിൽ മാത്രമേ ഭൂമി ഉണ്ടായിരുന്നുള്ളൂ. അല്ലെങ്കിൽ 9% കുടുംബങ്ങൾക്ക് മാത്രമേ ഭൂമിയുടെ അവകാശം ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി 91% കുടുംബങ്ങളും ഭൂരഹിതരായിരുന്നു. ഈ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് ഇടതുപക്ഷ സർക്കാരുകൾ നടപ്പിലാക്കിയ ജന്മിവാഴ്ച അവസാനിപ്പിക്കലും ഭൂപരിഷ്കരണ നിയമവും ഉൾപ്പെടെയുള്ള നടപടികളിലൂടെ ഇന്ന് കേരളത്തിലെ 97% കുടുംബങ്ങളും ഭൂമിയുടെ അവകാശികളായി മാറിയിട്ടുണ്ട്. ചെറിയ കാര്യമല്ല. ഈ 9.5 കൊല്ലക്കാലത്തിനിടയിൽ വീടില്ലാത്തവർക്ക് നൽകുന്ന ലൈഫ് ഭവന പദ്ധതിയിലൂടെ 4,71,000 കുടുംബങ്ങളുടെ
വീടിന്റെ നിർമ്മാണ പ്രവർത്തനം പൂർത്തിയായി താമസം തുടങ്ങിയിട്ടുണ്ട്. 1,21,000 കുടുംബങ്ങൾ വീടിന്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ച് മുന്നോട്ട് പോവുകയാണ്. ആകെ 5,92,000 കുടുംബങ്ങൾക്ക് 9.5 കൊല്ലക്കാലം കൊണ്ട് വീട് വെച്ച് നൽകാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കഴിഞ്ഞു. ഇതല്ലേ ഒരു ഗവൺമെന്റിന്റെ ജനപക്ഷ നിലപാടെന്ന് പറയുന്നത്? പ്രയാസം അനുഭവിക്കുന്നവനെ ചേർത്ത് നിർത്തിക്കൊണ്ട് ഭരണവുമായി മുന്നോട്ട് പോവുകയാണ്. അതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ലക്ഷ്യം. നമ്മുടെ ഇപ്പൊ കഴിഞ്ഞ ഓണക്കാലത്തുൾപ്പെടെ ഈ കേരളത്തിലെ പൊതുവിതരണ രംഗം ഏറെ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ നടത്തിയ ഒരു കാര്യം നമുക്കറിയാം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മാർക്കറ്റിൽ ഇടപെട്ടുകൊണ്ട് വിലക്കയറ്റം പിടിച്ചു നിർത്താൻ ആവശ്യമായ വലിയ ഇടപെടലുകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്, ഈ കേരളത്തിലെ ജനങ്ങളുടെ ഭക്ഷ്യധാന്യ ഉൽപാദനത്തിൽ കമ്മി സംസ്ഥാനമാണ്. കേരളത്തിൽ 100 ഏക്കർ സ്ഥലത്ത് കൃഷി നടത്തുന്നുണ്ടെങ്കിൽ അത് 84 ഏക്കർ സ്ഥലത്തും റബ്ബറും കുരുമുളകും തെങ്ങും കവുങ്ങും അതുപോലെ ഉള്ള നാണ്യവിളകളാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. വെറും 16 ഏക്കർ സ്ഥലത്ത് മാത്രമാണ് നെല്ലും ഭക്ഷ്യധാന്യങ്ങളും മറ്റു പച്ചക്കറികളും ഉൾപ്പെടെയുള്ള ഭക്ഷ്യധാന്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ കേരളത്തിലെ ജനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആഹാര ഇനമായ അരി ഉൽപാദനത്തിൽ കേരളം കമ്മി സംസ്ഥാനമാണ്. കേരളത്തിന് ആവശ്യമായ അരി മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്ത് വിതരണം നടത്തുകയാണ്. ഭക്ഷ്യധാന്യങ്ങൾ ഇറക്കുമതി ചെയ്ത് വിതരണം നടത്തുകയാണ്. അങ്ങനെ വിതരണം നടത്തുമ്പോൾ ആ സംസ്ഥാനങ്ങളെക്കാൾ കൂടിയ വില ഇറക്കുമതി ചെയ്യുന്ന സംസ്ഥാനത്ത് നൽകേണ്ടി വരും എന്നതാണ് വസ്തുത. എന്നാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഇടപെടൽ കൊണ്ട് അത് അങ്ങനെ വിലക്കയറ്റം ഉണ്ടാകുന്നില്ല എന്നതാണ് വസ്തുത. അങ്ങനെ ഭക്ഷ്യധാന്യോൽപാദനത്തിൽ കമ്മി സംസ്ഥാനമായ ഈ കേരളം 960കളുടെ തുടക്കത്തിൽ ഒരു മനസ്സോടെ ഒറ്റക്കെട്ടായി നിന്ന് കേരള ജനത കേന്ദ്ര ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടു, ഞങ്ങൾ നാണ്യവിളകൾ ഉൽപ്പാദിപ്പിച്ച് വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്ത് കോടിക്കണക്കിന് രൂപയുടെ വിദേശ നാണ്യം ഇന്ത്യയുടെ ഖജനാവിലേക്ക് നൽകുന്നുണ്ട്. ഞങ്ങളുടെ ഭക്ഷ്യ ഇനമായ അരി ഉൾപ്പെടെയുള്ള ഭക്ഷ്യധാന്യങ്ങൾ മറ്റുൽപാദിപ്പിക്കുന്ന സംസ്ഥാനങ്ങളിൽ നിന്ന് സബ്സിഡി നൽകിക്കൊണ്ട് വിതരണം ചെയ്യാൻ ഞങ്ങൾക്ക് അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടു. അതിന്റെ അടിസ്ഥാനത്തിലാണ് കേരളം ഒറ്റക്കെട്ടായി ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് 965 ഒക്ടോബർ മാസം മുതൽ ഈ കേരളത്തിൽ സ്റ്റാറ്റ്യൂട്ടറി റേഷനിംഗ് സംവിധാനം നിലവിൽ വന്നത്. കേരളത്തിലെ ജനങ്ങളുടെ ആകെ ആശ്വാസകേന്ദ്രമായി മാറിയ ഒരു സംവിധാനമായിരുന്നില്ലേ കേരളത്തിലെ റേഷനിംഗ് സംവിധാനം? 991 വരെയായി. 991 ശ്രീമാൻ നരസിംഹറാവു കോൺഗ്രസ് നേതാവ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി അധികാരമേറ്റപ്പോൾ ഇവിടെ പുതിയ സാമ്പത്തിക നയം നടപ്പിലാക്കി. അതിൽ മറ്റൊന്നുമില്ല, സബ്സിഡികൾ എല്ലാം വെട്ടിച്ചുരുക്കാൻ തീരുമാനിച്ചു. സമ്പന്ന താൽപര്യം സംരക്ഷിക്കുന്ന സാമ്പത്തിക നയമാണ് സ്വീകരിച്ചത്. ഞാൻ അതിന്റെ എല്ലാം വിശദമായ കണക്ക് പറയണമെങ്കിൽ ഒരുപാട് പറയേണ്ടി വരും. ഞാൻ ആ നിലയിൽ പറയുന്നില്ല. ഏതായാലും നരസിംഹറാവുവിന്റെ ഗവൺമെന്റ് കേന്ദ്രത്തിൽ അധികാരത്തിൽ വരുമ്പോൾ കേരളത്തിലെ റേഷൻ കടകളിൽ വിതരണം ചെയ്യുന്ന ഏറ്റവും മുന്തിയ ഇനം അരിക്ക് 3 രൂപ 47 പൈസയായിരുന്നു വിലയെങ്കിൽ 5 വർഷക്കാലം സബ്സിഡി വെട്ടിക്കുറച്ച് 96 നരസിംഹറാവു അധികാരം ഒഴിഞ്ഞു പോകുമ്പോൾ കേരളത്തിലെ റേഷൻ അരിയുടെ വില 6 രൂപ 87 പൈസയായി വർദ്ധിച്ചിട്ടുണ്ട്. നേരെ ഇരട്ടി വർദ്ധിച്ചു എന്നുള്ളത് ഈ റേഷൻ സംവിധാനം, ഭംഗിയായി നടന്ന സംവിധാനത്തെ തകർത്തതിന്റെ ഉത്തരവാദി കോൺഗ്രസ് ഗവൺമെന്റുകളാണ്. APL BPL തരംതിരിവ് വന്നു. അങ്ങനെ തരംതിരിവിന്റെ ആവശ്യമില്ല കേരളത്തിൽ. കേരളം ഭക്ഷ്യധാന്യ ഉൽപാദനത്തിൽ കമ്മി സംസ്ഥാനമാണ്. ആ കമ്മി സംസ്ഥാനത്തെ റേഷൻ കടയെ ആശ്രയിക്കുന്നവർക്കെല്ലാം അരി നൽകുന്നതിന് വേണ്ടിയാണ് കേരള ജനത 960കളിൽ കേന്ദ്രത്തിനെതിരെ സമരം നടത്തിയത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് സ്റ്റാറ്റ്യൂട്ടറി റേഷൻ സംവിധാനം കേരളത്തിൽ നടപ്പിലായത്. ആ സംവിധാനത്തിന്റെ കടക്കൽ കത്തിവെക്കുന്ന നടപടികളാണ് ഈ നിലയിൽ സബ്സിഡി വെട്ടിക്കുറച്ചുകൊണ്ട് APL BPL തരംതിരിവ് കൊണ്ടുവന്ന് നടത്തിയത്. 2013 ജൂലൈ മാസത്തിൽ കേന്ദ്രം ഭക്ഷ്യഭദ്രതാ നിയമം നടപ്പിലാക്കി. ആ നിയമം നടപ്പിലാക്കിയതോടുകൂടി കേരളത്തിലെ 57% കുടുംബങ്ങളും റേഷന് പുറത്തായി. 43% ആളുകൾക്ക് കൊടുക്കേണ്ട അരിയെ അവർ കാര്യമായി തരുന്നുള്ളൂ. ആ ഭക്ഷ്യഭദ്രതാ നിയമം നടപ്പിലാക്കുന്നത് വരെ കേരളത്തിന്
16,20,000 മെട്രിക് ടൺ അരി കിട്ടുമായിരുന്നു. ഈ നിയമം വന്നപ്പോ 14,20,000 മെട്രിക് ടൺ ആയി ചുരുങ്ങി. അതിൽ 10,99,000 മെട്രിക് ടൺ അരിയും ഈ 43% കൊടുക്കണം. ബാക്കി വരുന്ന 2 ലക്ഷം മെട്രിക് ടൺ അരിയാണ് 57% വരുന്ന വെള്ള നീല കാർഡുകാർക്ക് കൊടുക്കാൻ കേന്ദ്രം തരുന്നത്. അതാണ് ഈ കേരളത്തിലെ റേഷൻ സംവിധാനത്തെ തകർക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞത് ഇതെല്ലാമായിട്ടും ഈ കേരളം സാധനം കൊണ്ടുവരുന്ന സംസ്ഥാനങ്ങളെക്കാൾ വില കുറച്ച് മാവേലി സ്റ്റോറിലൂടെയും റേഷൻ സംവിധാനങ്ങളിലൂടെയും അരിയും മറ്റ് സാധനങ്ങളും വിതരണം ചെയ്യാൻ കഴിയുന്നത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സബ്സിഡി നൽകിക്കൊണ്ട് ഇതെല്ലാം നടത്തിക്കൊണ്ടുപോകുന്നതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഉത്സവാഘോഷവേളകളിലെല്ലാം വിലക്കയറ്റമില്ലാതെ ഈ കേരള സംസ്ഥാനത്തിന് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയുന്നത്. ഇതും പ്രയാസമനുഭവിക്കുന്നവരെ ചേർത്ത് നിർത്തലല്ലേ? ഇങ്ങനെ ഒരുപാട് ജനക്ഷേമ പ്രവർത്തനങ്ങളുമായാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത്. എന്നാൽ കേന്ദ്രം ഭരിക്കുന്ന ഗവൺമെന്റ് ഈ ഗവൺമെന്റിനെ എങ്ങനെ ശ്വാസം മുട്ടിച്ചു കൊല്ലാം എന്നാണ് നോക്കുന്നത്. അതിന് വലിയ ഇതൊന്നും കാണേണ്ടതില്ല. ബിജെപിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ്, ആ ഗവൺമെന്റിനെ എല്ലാ ഉപദേശ നിർദ്ദേശങ്ങളും നൽകുന്നത് RSS ആണ്. RSSന്റെ പ്രധാന ഗ്രന്ഥം എന്ന് പറയുന്നത് വിചാരധാരയാണ്. ആ വിചാരധാരയിൽ 3 അധ്യായങ്ങൾ പരാമർശിക്കുന്നത് ആഭ്യന്തര ഭീഷണികളെ കുറിച്ചാണ്. അതായത് അധ്യായം 19 ആഭ്യന്തര ഭീഷണി 1 മുസ്ലിങ്ങൾ, അധ്യായം 20 ആഭ്യന്തര ഭീഷണി 2 ക്രിസ്ത്യാനികൾ, അധ്യായം 21 ആഭ്യന്തര ഭീഷണി 3 കമ്മ്യൂണിസ്റ്റുകാർ. അവർ ആഭ്യന്തര ഭീഷണിയായി പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഭരിക്കുന്ന കേരളം ഇങ്ങനെ അരിക്ക് സബ്സിഡി കൊടുത്തുകൊണ്ടും പെൻഷൻ നൽകിക്കൊണ്ടും അല്ലെങ്കിൽ മറ്റ് പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടും അങ്ങനെ മുന്നോട്ട് പോകേണ്ടതില്ല. എങ്ങനെ ശ്വാസം മുട്ടിച്ച് അതിനെ പ്രയാസപ്പെടുത്താമെന്നാണ് BJP ഗവൺമെന്റ് സമീപനം സ്വീകരിക്കുന്നത്. ഒരുപാട് കണക്കുകളുണ്ട്, ഞാൻ അതൊന്നും വിശദീകരിക്കുന്നില്ല. ഈ രാജ്യത്ത് കേന്ദ്ര ഗവൺമെന്റ് പിരിച്ചെടുക്കുന്ന നികുതി പണം, ആ നികുതി പണത്തിലെ ഒരു ഭാഗം സംസ്ഥാനങ്ങൾക്ക് വിതരണം ചെയ്യാറുണ്ട്. അത് വിതരണം ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിച്ച് അതിന്റെ മാനദണ്ഡങ്ങളും മറ്റു കാര്യങ്ങളും തീരുമാനിക്കുന്നതാണ് കേന്ദ്ര ധനകാര്യ കമ്മീഷൻ. ഇപ്പൊ ഈ ഏപ്രിൽ 1 മുതൽ ഇത് 16ാമത് ധനകാര്യ കമ്മീഷന്റെ കാലമാണ്. 5 കൊല്ലത്തിലേക്ക് ഒരിക്കലാണ് ധനകാര്യ കമ്മീഷന്റെ പ്രവർത്തനം. 995-2000 വർഷത്തിൽ 10ാം ധനകാര്യ കമ്മീഷന്റെ കാലമായിരുന്നു. അന്ന് ഈ കേരളത്തിന് കേന്ദ്രം നികുതി ഇനത്തിൽ സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്ന പണത്തിൽ 3.9% കേരളത്തിന് കിട്ടിയിരുന്നു. അതായത് 100 റുപ്യ സംസ്ഥാനങ്ങൾക്ക് വീതം വെച്ചാൽ 3 റുപ്യ 90 പൈസ കേരളത്തിൽ ലഭിച്ചിരുന്നു. ഈ മാർച്ച് 31 കഴിഞ്ഞത് 15ാം ധനകാര്യ കമ്മീഷന്റെ കാലമാണ്. ആ 15ാം ധനകാര്യ കമ്മീഷന്റെ കാലമായപ്പോൾ 3 റുപ്യ അല്ലെങ്കിൽ 3.9% നിന്ന് 1.9% അത് ചുരുക്കി. അപ്പൊ സത്യത്തിൽ ഓരോ വർഷവും ആയിരക്കണക്കിന് കോടിയുടെ നികുതി പണത്തിന്റെ ലഭ്യത കുറഞ്ഞു വരികയായിരുന്നു കേരളത്തിന്. ഒരു 2-3 വർഷത്തെ കണക്കുണ്ട്. 2022 വർഷം 56,000 കോടി കിട്ടിയ കേരളത്തിന് 2023-24 വർഷം അത് 38,000 കോടിയായി ചുരുങ്ങി. 3 കൊല്ലം കൊണ്ട് 18,000 കോടിയുടെ കുറവുണ്ടായതിന്റെ ഒരു കണക്ക്. ആ നിലയിൽ 10,000-കണക്കിന് കോടി ഉറുപ്പിക ആ ഇനത്തിൽ മാത്രം കേരളത്തിന് കിട്ടേണ്ടത് ചുരുങ്ങി വരികയാണ്. GST നടപ്പിലാക്കി, എല്ലാ നികുതിയും കേന്ദ്രം കൈയടക്കുകയാണ്. പിന്നെ ഇപ്പോ BJP ഗവൺമെന്റ് ഒരു പുതിയ സമീപനം സ്വീകരിച്ചു. അതായത് കേന്ദ്രത്തിന് നികുതി പണമായി കിട്ടുന്ന പണത്തിൽ ഒരു വിഹിതം സംസ്ഥാനങ്ങൾക്ക് വിതരണം ചെയ്യണം. എന്നാൽ നികുതിയായല്ല, സർചാർജും പിന്നെ സെസ്സുമായി പിരിച്ചെടുത്താൽ അത് വിതരണം ചെയ്യേണ്ട. അപ്പൊ BJP തീരുമാനിച്ചു സംസ്ഥാനത്തിന് കൊടുക്കാതെ കേന്ദ്രം കൈയടക്കാൻ സർചാർജും സെസ്സും വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചു. 2012 വരെ കേരളത്തിന്റെ മൊത്തം വരുമാനത്തിൽ 10% സർചാർജും സെസ്സിലൂടെയും പിരിഞ്ഞതെങ്കിൽ ഇപ്പൊ അത് 28%-ലധികമാണ് സർചാർജും സെസ്സിലൂടെയും പിരിച്ചെടുക്കുന്നത്. അപ്പൊ അത് സംസ്ഥാനങ്ങൾക്ക് വീതം വെക്കേണ്ട.
അങ്ങനെ സംസ്ഥാനങ്ങൾക്ക് വീതം വെക്കാത്ത സമീപനം സ്വീകരിക്കുന്നു. ഇപ്പൊ GST-യിലൂടെ വലിയ നികുതി കേന്ദ്രം പിരിച്ചെടുക്കുകയാണ്. അങ്ങനെ പിരിച്ചെടുക്കുന്ന GST നടപ്പിലാകുന്നതിന് മുമ്പ് ഈ കേരളത്തിലെ നികുതി വരുമാനത്തിൽ വർഷാവർഷം 18-20% വർധനവുണ്ടായിരുന്നു. കേന്ദ്രം GST നടപ്പിലാക്കിയപ്പോൾ അതെല്ലാം അവർ പിടിച്ചെടുക്കുമ്പോൾ ഈ വർധനവ്, വർഷാവർഷം ഉണ്ടാകുന്ന വർധനവ് നമുക്ക് അനുഭവഭേദ്യമാകില്ല. അപ്പോൾ വിവിധ സംസ്ഥാനങ്ങൾ അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉന്നയിച്ചപ്പോൾ പറഞ്ഞു, ഒരു 14% ഓരോ വർഷവും ഓരോ സംസ്ഥാനത്തിന് 14% വർധനവ് കണ്ട് അനുവദിച്ചു നൽകാം എന്ന് പറഞ്ഞു. അത് 2022 ജൂലൈ മാസം വരെ അങ്ങനെ ഒരു സ്ലാബ് നിശ്ചയിച്ച് നികുതി GST-യുടെ വിഹിതം നൽകിയിരുന്നു. ഇപ്പോ അതിനേക്കാൾ എത്രയോ കുറഞ്ഞ പണമാണ് ഈ വിഹിതമായി ലഭിക്കുന്നത്. അതുകൊണ്ട് ആ ഇനത്തിലും വലിയ കുറവാണ് കേരളത്തിനുള്ളത്. ഇങ്ങനെ ഓരോ നികുതി ഇനത്തിലും മറ്റെല്ലാ കാര്യത്തിലും കേരളത്തിന് കിട്ടേണ്ട നികുതി പണം ഘട്ടം ഘട്ടമായി കുറച്ചുകൊണ്ടിരിക്കുകയാണ് കേന്ദ്ര BJP ഗവൺമെന്റ്. അതിന്റെ എല്ലാം ഒരുപാട് കണക്കുകൾ ഇവിടെ അവതരിപ്പിക്കാൻ വേണ്ടി ഞാൻ അത്തരം കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ഈ നയത്തിനല്ല, ഇത്തരമൊരു നയവുമായി മുന്നോട്ട് പോകുന്ന ഒരു ഗവൺമെന്റാണ് കേന്ദ്രം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഗവൺമെന്റിന്റെ നടപടികൾക്കെതിരായിട്ടാണ് ഇന്ത്യ രാജ്യത്ത് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള മതേതര പ്രസ്ഥാനങ്ങളും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും ഉൾപ്പെടുന്ന ഇന്ത്യ സഖ്യം രൂപപ്പെട്ടു. ആ ഇന്ത്യ സഖ്യത്തിന് നേതൃത്വം നൽകുന്നത് കോൺഗ്രസ് ആണ്. ആ ഇന്ത്യ സഖ്യത്തിലെ നിർണായകമായ ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ. ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ നേതൃത്വം നൽകുന്ന ഗവൺമെന്റാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ്. ആ ഗവൺമെന്റിനെ കേന്ദ്ര BJP ഗവൺമെന്റ് സാമ്പത്തികമായി പ്രയാസപ്പെടുത്തുന്ന സമീപനം സ്വീകരിക്കുമ്പോൾ ഇന്ത്യ സഖ്യത്തിന് നേതൃത്വം നൽകുന്ന കോൺഗ്രസ് പാർട്ടി ഈ കേരളത്തിൽ സ്വീകരിക്കുന്ന സമീപനം BJP-യുടെ ഈ സമീപനത്തിന് അനുകൂലമായ നിലപാടാണ് സ്വീകരിക്കുന്നത്. ഇത്തരമൊരു സമീപനവുമായാണ് BJP-യുടെ ഗവൺമെന്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സമീപനത്തിനെതിരെ രാജ്യത്ത് ഇപ്പോ തൊഴിൽ നിയമവും മറ്റു കാര്യങ്ങളെ കുറിച്ചൊന്നും ഞാനിപ്പോ വിശദീകരിക്കുന്നില്ല. ഏതായാലും രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന BJP-യുടെ നേതൃത്വമുള്ള ഗവൺമെന്റ് ഇന്ത്യ രാജ്യത്തെ കോടാനുകോടി വരുന്ന ജനങ്ങളെ കൂടുതൽ കൂടുതൽ പ്രയാസത്തിലേക്കും പ്രതിസന്ധിയിലേക്കും തള്ളിവിട്ടുകൊണ്ടിരിക്കുകയാണ്. BJP ഇപ്പൊ എല്ലായിടത്തും പറയുന്നത് ഇന്ത്യ ലോകത്തെ 5ാമത്തെ സാമ്പത്തിക ശക്തിയായി മാറി എന്നാണ് പറയുന്നത്. 5ാമത്തെ സാമ്പത്തിക ശക്തിയായി മാറിയിട്ടുണ്ട്. ഇടക്ക് ജപ്പാനെയും മറികടന്ന് 4ാമത്തെ സാമ്പത്തിക ശക്തിയായി മാറി എന്നുള്ള ഒരു പത്രവാർത്ത കൂടി വന്നിട്ടുണ്ട്. 5ാമത്തെ സാമ്പത്തിക ശക്തിയായി ഇന്ത്യ മാറിയിട്ടുണ്ട്. 5ാമത്തെ സാമ്പത്തിക ശക്തിയായി മാറിയ ഒരു രാജ്യത്തെ നേരെ എതിരായ ഒരു കണക്കുണ്ട്. ലോകത്തെ പട്ടിണി രാജ്യങ്ങളുടെ ഒരു പട്ടിക ക്രമപ്പെടുത്തിയിട്ടുണ്ട്. പട്ടിണി രാജ്യങ്ങളെ എടുത്ത് ഏറ്റവും പട്ടിണി കുറഞ്ഞ രാജ്യം 1, പട്ടിണി കൂടുന്നതനുസരിച്ച് 2, 3, 4 ക്രമത്തിൽ പട്ടികപ്പെടുത്തിയ 127 രാജ്യങ്ങളുടെ ഒരു പട്ടികയുണ്ട്. ആ പട്ടികയിൽ ഇന്ത്യ രാജ്യം 105ാമത് സ്ഥാനത്താണ്. അതെങ്ങനെ അങ്ങനെ വരാൻ പാടില്ലല്ലോ. ലോകത്തെ 5ാമത്തെ സാമ്പത്തിക ശക്തിയായി നിലകൊള്ളുന്ന ഇന്ത്യ രാജ്യത്ത് പട്ടിണി രാജ്യങ്ങളുടെ പട്ടിക ക്രമപ്പെടുത്തിയപ്പോൾ ഇന്ത്യ രാജ്യം 105ാമത് സ്ഥാനത്തെത്തി എന്ന് പറയുന്നത് വരാൻ പാടില്ലാത്ത കാര്യമാണ്. അപ്പോൾ ഈ ഇന്ത്യ രാജ്യത്ത് ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരം കൂടിക്കൂടി വരികയാണ്. സമ്പന്ന താല്പര്യം മാത്രം സംരക്ഷിച്ച് മുന്നോട്ട് പോകുന്ന BJP-യുടെ ഗവൺമെന്റിന്റെ ഈ സമീപനത്തിനെതിരെ രാജ്യത്തെ തൊഴിലാളികളും കൃഷിക്കാരനും കർഷക തൊഴിലാളികളും യുവജനങ്ങളും വിദ്യാർത്ഥികളും സ്ത്രീകളും എല്ലാം ഒറ്റക്കെട്ടായി നിന്ന് പോരാട്ടത്തിന്റെ പാതയിലാണ്. അതിനെതിരായി വർഗപരമായ ഐക്യപ്പെട്ടുകൊണ്ട് തൊഴിലാളികളും കൃഷിക്കാരനും ആ ഗവൺമെന്റിനെതിരെ പോരാട്ടമായി മുന്നോട്ട് പോകുമ്പോൾ ആ വർഗ ഐക്യത്തെ ജാതി പറഞ്ഞ് മതം പറഞ്ഞ് ഭിന്നിപ്പിക്കാൻ ബോധപൂർവം BJP-യും RSS ശ്രമിക്കുകയാണ്. ഗവൺമെന്റിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ പോരാട്ടത്തിലിറങ്ങിയ തൊഴിലാളി വർഗത്തെ ജാതി പറഞ്ഞും മതം പറഞ്ഞും ഭിന്നിപ്പിച്ച് അതിലൂടെ വർഗപരമായ ഐക്യത്തെയും സമരശക്തിയെയും ഇല്ലായ്മ ചെയ്യാനുള്ള ബോധപൂർവമായ ശ്രമമാണ് RSS-ഉം BJP-യും നടത്തിക്കൊണ്ടിരിക്കുന്നത്.
അതിനെതിരായി കൂടി നമുക്ക് പിന്നെ ശക്തമായ പ്രതിഷേധം രാജ്യത്ത് വളർത്തിക്കൊണ്ടുവരാൻ വേണ്ടി കഴിയണം. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല.